PSCയുടെ റിവിഷൻ സീരീസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, (2022) നടന്ന UPയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തോളാം. ഒന്നാമത്തെ ചോദ്യം, പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്ന്, കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു. ശരിയാണ്. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ആ പ്രസ്താവന തെറ്റാണ്. 3, കേരള സിംഹം എന്നറിയപ്പെടുന്നു. ശരിയാണ്. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ തന്നെയാണ് നമ്മുടെ പഴശ്ശിരാജയുടെ യുദ്ധം വരുന്നത്. പക്ഷെ അത് ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെയായിരുന്നു. ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരുന്നു എന്ത്, പഴശ്ശിരാജ അതിനെതിരായിട്ട് പഴശ്ശി വിപ്ലവം പ്രഖ്യാപിക്കുന്നതും നടത്തുന്നു. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പഴശ്ശി വിപ്ലവത്തിൽ സഹായിച്ച ആദിവാസി സമൂഹമാണ് കുറിച്യർ. അവരുടെ തലവനായിരുന്നു ആര്? തലയ്ക്കൽ ചന്തു. ഓക്കെ, തലയ്ക്കൽ ചന്തു ആയിരുന്നു അവരുടെ നേതാവ് എന്ന് പറയുന്നത്. പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ കൈതേരി അമ്പു നായരായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചും വസ്തുതകളെ കുറിച്ചുമുള്ള പട്ടികയാണത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. ഒന്നാമത്തത്, ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാം മന്നത്ത് പത്മനാഭനാണ്. 16. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. ചെമ്പഴന്തി ആശ്രമം ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ചെമ്പഴന്തി. വയൽവാരം വീട് ചെമ്പഴന്തി, തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. സോ ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അടുത്തത്, ചാന്നാർ ലഹള. ചാന്നാർ ലഹള ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ചാന്നാർ ലഹള ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ചാന്നാർ ലഹള അയ്യങ്കാളി. ഇതിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആര്? നമ്മളുടെ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് സവർണരുടെ സത്യാഗ്രഹമാണ്. അവരതില് സത്യാഗ്രഹ യാത്ര നടത്തിയിട്ടുണ്ട്. അതായത് വൈക്കത്ത് നിന്നും സത്യാഗ്രഹാശ്രമത്തിലേക്ക് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും അവർ യാത്ര നടത്തിയിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ് ആര്? മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികൾ എന്നിവർ വൈക്കം സത്യാഗ്രഹാശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്നു കൊടുക്കുകയാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുര മുതൽ വൈക്കം വരെ കാൽനട യാത്ര നയിച്ച ആളാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ മധുര മുതൽ വൈക്കം വരെയാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. EV രാമസ്വാമി നായ്ക്കറാണ് മധുര മുതൽ വൈക്കം വരെ കാൽനട യാത്ര നയിച്ചത്. അതുപോലെ
വൈക്കം ഹീറോ അല്ലെങ്കിൽ വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് റീജന്റ് സേതുലക്ഷ്മി ബായ് ആണ്. റീജന്റ് സേതുലക്ഷ്മി ബായ്. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ്, സ്ഥലത്തുള്ള ആശ്രമമാണ്. വയൽവാരം വീട് ചെമ്പഴന്തി തിരുവനന്തപുരമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ആണ് കേട്ടോ. 1888. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു വർഷമാണ് 1888. ഓക്കെ, 138 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. അടുത്ത് ചാന്നാർ ലഹള മാറുമഴയ്ക്കൽ സമരം കൂടിയാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളിയാണ് ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ചാന്നാർ ലഹള നടന്ന വർഷം 1859 ആണ്. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്ന് പറയുന്നത് 1859 ജൂലൈ 26 കൂടിയിട്ടാണ്. ജൂലൈ 26 കൂടിയിട്ട് ചാന്നാറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമരം നടക്കുന്ന സമയത്ത് ഈ വിളംബരം പുറപ്പെടുവിച്ചത്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. ശരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമി പ്രവർത്തിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം മത ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചത്. അദ്ദേഹം മുസ്ലിങ്ങളിലെ സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടി, വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത്. ഏകദേശം 1905 അത് സ്ഥാപിതമാവുകയും 1906 എന്ത് വരുന്നത്, അതിന്റെ എഡിറ്റർ ആയിട്ട് രാമകൃഷ്ണ പിള്ള വരുന്നത്. രാമകൃഷ്ണ പിള്ള അതിന്റെ എഡിറ്റർ ആയിട്ട് വരുന്നു. അതിനുശേഷം 1907 മുതലാണ് പത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം 1910 കൂടിയിട്ട് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിക്കുകയാണ്. കാരണം അവരുടെ ഭരണ പാളിച്ചകളെ കുറിച്ച് സ്വദേശാഭിമാനി പത്രം ചൂണ്ടിക്കാണിച്ചത് അവിടുത്തെ ഭരണകർത്താക്കൾക്ക് തീരെ തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? ആ പത്രം നിരോധിക്കുകയാണ്. 1910 അവർ പത്രം നിരോധിക്കുകയാണ്. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞതാണ് ആ വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞ വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് വാദിച്ച വ്യക്തിയും ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകള് നോട്ട് ചെയ്ത് വെക്കുക. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വ്യക്തിയാണ്. അടുത്ത ചോദ്യം.
ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. കെ കേളപ്പൻ നയിച്ചു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെയാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. 1930 നടന്നു. 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹ ജാഥ നടത്തിയത്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വൈക്കം സത്യാഗ്രഹം നടന്നത് അവിടെയുള്ള അമ്പലങ്ങളിൽ അയിത്തത്തോട് അനുബന്ധിച്ച് ആളുകളെ, താഴ്ന്ന ജാതിക്കാരെ അമ്പലത്തിൽ കയറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. പയ്യന്നൂർ സത്യാഗ്രഹം അതിന്റെ തുടർച്ചയായിട്ടല്ല പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തത്. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തിട്ടില്ല. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ഏകദേശം 32ഓളം ആളുകളാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തത് 32ഓളം ആളുകളാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ട്ടോ. ഓപ്ഷൻ എ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അതുപോലെ ചില നേതാക്കളുടെ പേര് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കെ കേളപ്പൻ, അദ്ദേഹം അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് മൊയ്യാരത്ത് ശങ്കരനാണ് കെ കേളപ്പന്റെ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഈ ബ്രിട്ടീഷുകാരുടെ വരുമാനത്തിൽ ഒരു മുഖ്യ പങ്ക് ഉണ്ടായിരുന്നത് ഈ ഉപ്പിനോടനുബന്ധിച്ച ടാക്സ് നികുതിയോട് കൂടിയാണ്. അപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാരെ ഈ വ്യവസായത്തിൽ നിന്നും അവർ നിയന്ത്രിക്കുകയും പൂർണ്ണമായിട്ടും അവരുടെ മേധാവിത്വം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഉപ്പിന്റെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമായിരുന്നു ആ വില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് ഉപ്പു സത്യാഗ്രഹം നടത്തിയത്. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉള്ളിയത്ത് കടവ് പയ്യന്നൂരാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതില് ഒരാളുടെ പേര് നമ്മൾ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട ഒരു സത്യാഗ്രഹി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് PC കുഞ്ഞിരാമൻ അടിയോടിയാണ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഏകദേശം 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ അദ്ദേഹം ജയിലിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് PC കുഞ്ഞിരാമൻ അടിയോടിയാണ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങൾ ശരിയായ കാലക്രമം കണ്ടെത്തുക. 1. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ചൗരി ചൗര സംഭവം നടക്കുന്നത് എപ്പോഴാണ്? 1922 ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് 1930 ബംഗാൾ ഗസറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1780 കേട്ടോ. 1780 ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യവ്യാപകമായുള്ള ഒരു സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അപ്പൊ നമുക്ക് വർഷങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഓർഡറിലാക്കി വെക്കേ വേണ്ടുള്ളൂ. ഇതിൽ ആദ്യത്തേത്
നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ അറിയാം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. ആദ്യം ബംഗാൾ ഗസറ്റ്, ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര സംഭവം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണെന്ന് പറഞ്ഞു. അത് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന വ്യക്തിയാണ് ബംഗാൾ ഗസറ്റിന്റെ ആദ്യ ദിനപത്രം ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് ആണ് ആദ്യത്തെ ദിനപത്രം എന്ന് ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരമാണ് കേട്ടോ. രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. 1847 എന്ത് രാജ്യസമാചാരം വരുന്നത്. രാജ്യസമാചാരം. ഓക്കെ, രാജ്യസമാചാരം നോട്ട് ചെയ്യാം. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് 1847 വന്ന രാജ്യസമാചാരം. രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയമാണ്. പശ്ചിമോദയം അതേ വർഷത്തിൽ തന്നെയായിരുന്നു, 1847. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്ദിഷ്ടവാദിയാണ് കേരളത്തിൽ നിരോധിച്ച ആദ്യ പത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ നിരോധിച്ച ആദ്യ പത്രമാണ് സന്ദിഷ്ടവാദി. ഓക്കെ, ഇനി ചൗരി ചൗര സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കുറെ വിപ്ലവകാരികൾ ഏകദേശം പോലീസ് സ്ഥാപനം 1922 ചൗരി ചൗര സംഭവം. ചൗരി ചൗര എന്നുള്ള ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്കെതിരെ പോലീസുകാര്, ആ നാട്ടിലുള്ള ബ്രിട്ടീഷായ പോലീസുകാർ എന്ത് ചെയ്യാണ്? വെടിവെപ്പ് നടത്തുകയാണ്. അതിനെ തുടർന്ന് ക്ഷുഭിതരായ നാട്ടുകാര്, ആ ജനങ്ങൾ എന്ത് ചെയ്യാണ്? പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം 22ഓളം പോലീസുകാരെ അഗ്നിക്ക് ഇരയാകുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി പറഞ്ഞ ഒരു പ്രസ്താവന എന്താന്ന് വെച്ചാല്, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പറഞ്ഞത്, ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ്. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിച്ച പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നോൺ വയലൻസ് മൂവ്മെന്റ് പ്രസ്ഥാനമാണ്. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ചൗരി ചൗര സംഭവമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്തത് ഉപ്പു സത്യാഗ്രഹം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി ആരംഭിച്ച സമരമാണ് ഉപ്പു സത്യാഗ്രഹം. 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1929 ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി ആരംഭിച്ച സമരമാണ്
ഉപ്പു സത്യാഗ്രഹം. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തീവ്രതയിലെത്തുകയും പിൻവലിക്കുകയും ചെയ്തപ്പോഴുള്ള വൈസ്രോയ് ആണ് റീഡിംഗ് പ്രഭു. റീഡിംഗ് പ്രഭു ആണ് നിസ്സഹകരണ പ്രസ്ഥാനം തീവ്രതയിലെത്തുകയും ആ സമയത്ത് പിൻവലിക്കുകയും ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൈസ്രോയ് എന്ന് പറയുന്നത് റീഡിംഗ് പ്രഭു ആണ്. അതുപോലെ ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എന്ന് പറയുന്നത് 78 പ്രത്യേകം നോട്ട് ചെയ്യുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ 100ഓളം ആളുകൾ അതിനുമായി അനുബന്ധിച്ചു എന്ന് പറയുമ്പോൾ അത്രയില്ല. തീർച്ചയായും 78 അനുയായികളാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചത്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. ദണ്ഡിയ മാർച്ചിൽ ഗാന്ധിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം 1947 ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹർ അലിയാണ്. യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ബോംബെയിലെ ഗോവാളിയ ടാങ്ക് മൈതാനത്തിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് 1942 ഓഗസ്റ്റ് 8 നടന്ന ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ ചേർന്ന് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ആഗസ്റ്റ് ക്രാന്തി മൈതാനം, ഇന്നത്തെ ആഗസ്റ്റ് ക്രാന്തി മൈതാനത്തിൽ വെച്ചിട്ടാണ് 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ ഇവിടെ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 4, 1, 2, 3, 5. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മ സമാജം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഹിന്ദു സമാജമാണ്. ബാക്കിയെല്ലാം പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ബ്രഹ്മ സമാജം എന്നിവ ഇന്ത്യയിലെ നവോത്ഥാന സംഘടനകൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യൻ നവോത്ഥാന സംഘടനകൾക്ക് ഉദാഹരണമാണ് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ബ്രഹ്മ സമാജം. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. നവഭാരതത്തിന്റെ പിതാവ് എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. സംബാദ് കൗമുദി 1821. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ. സംബാദ് കൗമുദിയാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. മിറാത്ത് ഉൽ അക്ബർ ആണ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം. മിറാത്ത് ഉൽ അക്ബർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് ഏത്?
നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. ഏതായിരിക്കും ഇതില്? നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്നിവ കാർഷിക വിപ്ലവങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടു. നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ധവള വിപ്ലവം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ധവള വിപ്ലവം. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓറഞ്ച് വിപ്ലവം മാത്രമാണ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ഡോക്ടർ വിക്രം എ സാരാഭായ്. അദ്ദേഹത്തെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അദ്ദേഹമായിരുന്നു ISROയുടെ ആദ്യ ചെയർമാൻ. ആയിരുന്നു വിക്രം സാരാഭായ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 12 അദ്ദേഹത്തിന്റെ ജന്മദിനം. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ടാണ്. വിക്രം സാരാഭായിയുടെ ജന്മദിനം ഓഗസ്റ്റ് 12 ആ ദിവസം നമ്മൾ ആചരിക്കുന്നത് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനവുമായിട്ടാണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം. 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ ആളാണ് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1. നൈൽ നദീ തടങ്ങളിലാണ് വികസിച്ചത്. ശരിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം വികസിച്ചത് നൈൽ നദീ തടങ്ങളിലാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളെ നമുക്ക് കുറിച്ച് പറയുമ്പോൾ ഗിസയിലെ പിരമിഡുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത്, തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങൾ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ആ ഉത്തരവും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ഇത് ശരിയാണ്. ഇതിലെ മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അവർ സൂര്യനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ തയ്യാറാക്കുകയും ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കുകയും 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു ദിവസത്തെ വിഭജിക്കുകയും ചെയ്ത ജനതയാണ് ഏത്? ഈജിപ്ഷ്യൻ ജനത എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വർഷം, മാസം, ഇങ്ങനെ രീതിയിൽ സൂര്യനെ ആസ്പദമാക്കി കലണ്ടർ തയ്യാറാക്കിയ ആളുകളാണ് ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് സിന്ധു നദീതട സംസ്കാരം. ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഹിന്ദു നദീതട സംസ്കാരമാണ്. ഇന്ന് ഈ സ്ഥലങ്ങൾ എവിടെയാണ്? ഹാരപ്പൻ നഗരം ഇന്ന് നിൽക്കുന്നത് പാകിസ്ഥാനിലാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ലഭിച്ച സ്ഥലം ഹാരപ്പയാണ്. ആദ്യമായി തെളിവുകൾ ലഭിച്ച സ്ഥലം എവിടെയാണ്? ഹാരപ്പയാണ്. സിന്ധു നദീ സംസ്കാര കേന്ദ്രമായ മോഹൻജോദാരോ ഇന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. പാകിസ്ഥാനിലാണ്
ഇന്ന് കാണുന്ന ഹാരപ്പയുടെ മോഹൻജോദാരോ സ്ഥിതി ചെയ്യുന്നത്? സിന്ധു നദി സംസ്കാര കേന്ദ്രമായ സുക്കാഞ്ചൻദോർ സ്ഥിതി ചെയ്യുന്ന രാജ്യവും എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതുപോലെ അഴുക്കുചാൽ സംവിധാനം ആദ്യമായി നമ്മളുടെ കേന്ദ്രങ്ങളിൽ വന്നത് സിന്ധു നദി ജല സംസ്കാരങ്ങളിലൂടെയാണ്. അഴുക്കുചാൽ സംവിധാനം ആദ്യമായി കണ്ടെത്തിയത് സിന്ധു നദീതട സംസ്കാരത്തിലൂടെയാണ്. അതുപോലെ തന്നെ കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചത് കാലിബംഗനിലാണ്. കാലിബംഗനും സിന്ധു നദി സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു നഗരമാണ്. അവിടെയാണ് എന്ത് ലഭിച്ചത്? കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ വെങ്കലത്തിന്റെ ഉപയോഗം മൂലം പാത്രങ്ങളായാലും ആയുധങ്ങളായാലും വെങ്കലത്തിന്റെ ഉപയോഗം മൂലം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് എന്ത്? ഹാരപ്പ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഓപ്ഷൻ എ ആഭ്യന്തര മന്ത്രാലയം. ഓപ്ഷൻ എ ആഭ്യന്തര മന്ത്രാലയമാണ്. ദേശീയ ജനസംഖ്യ രജിസ്റ്റർ രൂപീകരിച്ച് സെൻസസ് നടന്ന വർഷം 2011 കേട്ടോ. 2011 ദേശീയ ജനസംഖ്യ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം 2011. ഇനി ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറയുന്നത് 1-ാം സ്ഥാനമാണ്. ലോക ജനസംഖ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂലൈ 11 കേട്ടോ. ജൂലൈ 11 ലോക ജനസംഖ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി PISA പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. അതിന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക. പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ്. സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ശരിയാണ്. 2, വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷകളിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. ശരിയാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ പരീക്ഷയുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. 3, 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. 1, 2, 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യ ശരിയല്ല. 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളം അടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1789 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. ശരിയാണ്. രണ്ടാമത്തേത്, 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. 1934 റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാവുകയാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്തത്,
വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പാക്കി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കാൻ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ പേരാണ് എന്ത്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. ഓപ്ഷൻ 1, 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇംപീരിയൽ ബാങ്കിന്റെ ഇന്നത്തെ പേരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികൾ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബ്രഹ്മപുത്ര. ഗോദാവരി, മഹാനദി, നർമ്മദ, കൃഷ്ണ, കാവേരി, താപ്തി എന്നിവ പ്രധാന ഉപദ്വീപീയ നദികളാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് പ്രധാനമായി ഹിമാലയത്തിൽ നിന്നുള്ള നദികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഏത്? സിന്ധു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ആണ് എന്ത്? സിന്ധു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിന്ധു നദിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. അതുപോലെ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചിനാബാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ് ആണ് കേട്ടോ. സത്ലജ് ആണ് ഏറ്റവും നീളം കൂടിയ പോഷക നദി. ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. പടിഞ്ഞാറോട്ട് ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക നദിയാണ് സിന്ധു. അറബിക്കടലിൽ ചെന്ന് എത്തുന്ന നദിയാണ് സിന്ധു. അതുപോലെ തന്നെ ഹിമാലയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നദിയാണ് എന്ത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ 42 ആണ്. ഓപ്ഷൻ എ 42. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? 42-ാം ഭേദഗതി. 42-ാം ഭേദഗതിയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 1976-ലാണ് വരുന്നത് ഈ ഭേദഗതി. സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42-ാം ഭേദഗതിയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42-ാം ഭേദഗതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഏത്? 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി. അതുപോലെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഏത്? 42-ാം ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42-ാം ഭേദഗതി. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? മൗലിക കടമകൾ
ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ് 51A. ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 42ാം ഭേദഗതിയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ 42ാം ഭേദഗതിയിലാണ് എന്തുള്ളത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇന്റഗ്രിറ്റി. ഈ കാര്യങ്ങളെല്ലാം ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. ഒന്നാമത്തേത് ശരിയാണ്. പോലീസ്, കോടതി, ജയിൽ അത് ഔപചാരിക സാമൂഹിക നിയന്ത്രണമാണ്. 2. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. അത് തെറ്റാണ്. അതിലൂടെ അനൗപചാരിക സാമൂഹിക നിയന്ത്രണമാണ് സാധ്യമാകുന്നത്. കുടുംബം, മതം, സമപ്രായം. അടുത്തത് നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന്റെ പ്രധാന മാർഗങ്ങൾ. അത് തെറ്റാണ്. 4. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ലംഘനം ശിക്ഷാർഹമാണ്. ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ്. സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായത് പോലീസ്, കോടതി, ജയിൽ എന്നിവയിലൂടെയാണ്. അനൗപചാരികമാകുന്നത് കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെല്ലേറിയം ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് സ്റ്റെല്ലേറിയം. ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടർ ചിത്രീകരിക്കുന്നതിലൂടെയുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ത്? സ്റ്റെല്ലേറിയം എന്ന് പറയുന്നത്. ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിലൂടെ ചിത്രീകരിക്കാൻ കഴിയുന്നു. അതുപോലെ അടുത്ത ചോദ്യം. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നമ്മൾ പറയുമ്പോൾ തന്നെ പറയുന്നത് കൈറ്റ് വിക്ടേഴ്സ് എന്നാണ്. KITE, കൈറ്റ് വിക്ടേഴ്സ്. ഓൺലൈൻ ക്ലാസ്സിന്റെ സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, വിക്ടേഴ്സ് ചാനൽ കൈറ്റ് വിക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് എന്ത്? വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ ലഭ്യമാക്കി കൊടുക്കുന്നത്. അടുത്തത് ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്താനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ജപ്പാൻ അടുത്ത കാലത്തായി പ്രയോജനപ്പെടുത്തിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഫുഗാക്കു. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗതയും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയാം. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലോപ്സ്. FLOPS ആണ് എന്ത്? സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ലോകത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് CDC 6600. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000. പരം 8000 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഐരാവത് സൂപ്പർ കമ്പ്യൂട്ടർ കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഐരാവത് സൂപ്പർ കമ്പ്യൂട്ടർ. അടുത്ത ചോദ്യം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്. ആംപിയർ എന്തിന്റെ യൂണിറ്റാ? ആംപിയർ
കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ആണ്. വോൾട്ട് ഫാരഡെ കപ്പാസിറ്റൻസിന്റെ ആണ്. അടുത്ത ചോദ്യം, നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നതിൽ ഏതാണ്? സ്ഥാനാന്തരം, അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം, ഒരു വസ്തു എന്ത് ചെയ്യാണ്? സമയത്തിനനുസരിച്ചിട്ട് അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവുന്നില്ല. അത് നിശ്ചലമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥാനാന്തരം സമയം ഗ്രാഫ് വരയ്ക്കുമ്പോൾ, സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, സമയം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുക. സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറാത്തിടത്തോളം നമുക്ക് എന്ത് കിട്ടും? സ്ഥാനാന്തരം സമയം ഗ്രാഫ് നമുക്ക് കിട്ടും. ഇനി അത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ, ഒരു നിശ്ചിത പ്രവേഗത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സ്പീഡിൽ, നിശ്ചിത വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഓപ്ഷൻ ബി ആണ് അതിന്റെ സ്ഥാനാന്തരം സമയം ഗ്രാഫ് വരിക കേട്ടോ. ഇവിടെയുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. നിശ്ചല ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണില്ല? മൂവ് ചെയ്യണില്ല. അപ്പൊ അത് ഓപ്ഷൻ എ ആണ്. ഇനി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം വരിക. അടുത്ത ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിന്റെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകമാണ്. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വോസ്റ്റോക്ക് 1 ആണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം. വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? അദ്ദേഹം സോവിയറ്റ് യൂണിയനിലായിരുന്നു. അദ്ദേഹം ബഹിരാകാശത്ത് എത്തിയ വർഷം 1961 ഏപ്രിൽ 12 ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ആസ്ട്രോസാറ്റ് ആണ് കേട്ടോ. ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ് എന്ന് ആലോചിക്കാം. ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയുടെ ബഹിരാകാശത്തെ ആദ്യ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ടെലസ്കോപ്പിന്റെ പേരാണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത്. മനുഷ്യൻ കാലുകുത്തിയ ആദ്യ അന്യ ആകാശ ഗോളം ഏതാ? മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് ചന്ദ്രനിലാണ് കേട്ടോ. ചാന്ദ്രദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂലൈ 21. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം ISROവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. ISROവിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ് കേട്ടോ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം, സ്പേസ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമാനന്ദ്. അടുത്ത ചോദ്യം, കടലിൽ നീന്തുന്നതിന് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം എന്താ കാരണം? കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പുഴ വെള്ളത്തിനേക്കാളും കൂടുതലാണ്. കാരണം കടൽ വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് അതിന് എന്തുണ്ടാവും? സാന്ദ്രത കൂടുതലുണ്ടാവും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ശബ്ദം പ്രവേശിക്കുകയാണ്. അവിടെ എന്തിലൊക്കെ മാറ്റം വരാം? ശബ്ദത്തിന്റെ വേഗതയിൽ മാറ്റം വരാം അല്ലെ? ശബ്ദത്തിന്റെ വേഗതയിൽ മാറ്റം വരാം. അതുപോലെ തന്നെ തരംഗ ദൈർഘ്യം, വേവ് ലെങ്തിലും മാറ്റം വരാം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗ ചലനങ്ങൾ ഏതെല്ലാം? അതായത്
ശബ്ദതരംഗം, അതുപോലെ തന്നെ ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ചലനം. ഇവയ്ക്കൊന്നും എന്ത് ആവശ്യമില്ല? ശബ്ദതരംഗമാണ് പ്രധാനമായിട്ടും ശബ്ദതരംഗം. അതുപോലെ വെള്ളത്തിന് മുകളിലുള്ള തരംഗങ്ങൾക്കും എന്താവശ്യമുണ്ട്? മീഡിയം, എന്തെങ്കിലും ഒരു സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യം, ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ വേഗത എത്രയാ? ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് തരംഗ വേഗത എന്ന് പറയുന്നത്. ഓക്കെ, ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് ഏതാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ചോദ്യം, ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ. ശ്രേണി രീതിയിൽ എന്ന് വെച്ചാൽ എങ്ങനെയാ? സീരീസ് ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. 1, ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. സീരീസിൽ ഘടിപ്പിച്ചാൽ ഓരോ സെല്ലുകളിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തേത്, ആകെ EMF സർക്യൂട്ടിന്റെ സെല്ലുകളുടെ EMF-ന്റെ തുകയായിരിക്കും. ആകെ EMF എന്ന് പറയുന്നത് എന്താണ്? ഓരോ സെല്ലിന്റെയും EMF-ന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും, സമ്മിന് തുല്യമായിരിക്കും. രണ്ടാമത്തതും ശരിയാണ്. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു. സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ആന്തര പ്രതിരോധം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുകയേ ചെയ്യുള്ളൂ, കുറയില്ല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? ഒരു കണ്ടക്ടറിലൂടെ, ഒരു ചാലകത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ താപം ഉണ്ടാവും. അത് പ്രയോജനപ്പെടുത്തുന്ന മേഖല ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1, ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മൈക്രോവേവ് ഓവൻ ഉപയോഗപ്പെടുത്തുന്നത്. റെഫ്രിജറേറ്റർ ഉപയോഗപ്പെടുത്തുന്നില്ല. ഓപ്ഷൻ 1 and 2, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. അടുത്തത്, ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ആണ് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പ്രളയ്. ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ആണ് പ്രളയ് എന്ന് പറയുന്നത്. 2022 ജൂണിൽ DRDOയുടെ സൈന്യവും ചേർന്ന് വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് ലേസർ ഗൈഡഡ് ATGM. ലേസർ ഗൈഡഡ് ATGM ആണ് 2022 ജൂൺ DRDOയും സൈന്യവും ചേർന്ന് വിജയകരമായി പരീക്ഷിച്ച മിസൈൽ. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ലേസർ എന്ന് ആലോചിക്കാം കേട്ടോ. ലേസർ ഗൈഡഡ് ATGM. അടുത്തത്, 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിമാന
വാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത് ആണ് 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പൽ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലും എന്താണ്? INS വിക്രാന്ത് ആണ് കേട്ടോ. INS വിക്രാന്ത്. അതുപോലെ INS തരങ്കിണി 2022 ഏപ്രിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേന പായ്ക്കപ്പലാണ് എന്ത്? INS തരങ്കിണി. 2022 ഏപ്രിൽ കൊച്ചിയിൽ നിന്ന് 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേന പായ്ക്കപ്പലാണ് ഏത്? INS തരങ്കിണി. അടുത്ത ചോദ്യം, ഇന്ത്യൻ വെയ്റ്റ്സ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ. 2022 ജൂണിൽ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറുകൾക്ക് പകരം സ്റ്റാമ്പ് സൗകര്യം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ത്? പഞ്ചാബ് കേട്ടോ. പഞ്ചാബ്. അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡുകളുടെ വിശേഷണങ്ങൾ ഏതെല്ലാം? കൊളോയിഡുകളുടെ വിശേഷണങ്ങൾ ഏതെല്ലാം? 1. ഘടകങ്ങളെ തിരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. കൊളോയിഡുകളിൽ, അതായത് നമ്മൾ സൊല്യൂഷൻസ് പഠിക്കുന്ന ചാപ്റ്ററിൽ വരുന്നതാണ് കൊളോയിഡ്സ്. കൊളോയിഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2. പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. കൊളോയിഡുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ പ്രകാശത്തിന്റെ പാത എന്താവും? നമുക്ക് ദൃശ്യമാവും. ശരിയാണ്. പദാർത്ഥ കണികകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഒരിക്കലും ഇല്ല. കൊളോയിഡുകളിലെ പാർട്ടിക്കിൾ എന്താണ്? വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? പദാർത്ഥ കണികളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഓപ്ഷൻ 1, 2, A ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഏതാനും ആസിഡുകളും അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏതെല്ലാം? HCl gives H++ Cl-. ശരിയാണ്. H2CO3 gives 2H+ plus CO3 2-. ശരിയാണ്. H2SO4 gives H+ plus HSO4-. അതും ശരിയാണ്. ഇത് മറ്റൊരു രീതിയിലും എഴുതാം. H2SO4 കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു H+ മാത്രം പോയിട്ടുള്ളത്. സോ ഇവിടെ കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കുകയാണെങ്കിൽ 2H+ plus SO4 2- എന്ന് നമുക്ക് കിട്ടാം. ഈ രണ്ട് ഇക്വേഷനും ശരിയാണ്. H3PO4 gives 3H+ plus PO4 3-. ഇവിടെ എല്ലാ ഓപ്ഷനും ശരിയാണ്. 30 C ആണ് ഉത്തരം. ഓൾ ഓഫ് ദി എബവ്. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1. പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഇത് ശരിയാണ്. നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആറ്റങ്ങൾക്കായിരിക്കും വലിപ്പം കൂടുക. അങ്ങോട്ട് പോകുന്തോറും എന്താവും? ആറ്റത്തിന്റെ സൈസ് ചെറുതായി വരും. ശരിയാണ്. 2. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതും ശരിയാണ്. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അതും ശരിയാണ്. അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണെ ആറ്റത്തിന്റെ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടുന്ന എനർജിയാണ് എന്ത്? അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം എന്ന് പറയുന്നത്.
ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് ആണ്. അടുത്ത ചോദ്യം, 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര? എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 180 ഗ്രാം ജലമുണ്ട്. 180 ഗ്രാം ജലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജലത്തിന്റെ, അതെ, ബി ആണ് ആൻസർ. H2O എന്ന് പറയുമ്പോൾ 18 ആയിരിക്കും. അപ്പോ നമ്മളുടെ ആറ്റമിക് മാസ് വരിക 180/18, നമുക്ക് 10 എന്ന് കിട്ടും. 10 എന്ന് പറയുന്നത് മോളാണ്. അതിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 × 6.022 × 10⁻23. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏത്? സാന്ദ്രീകരിച്ച അയിർ, അതായത് നമുക്ക് അയിരിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ ലോഹങ്ങളെ വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, A + 3B gives 2C പ്ലസ് താപം. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനത്തിന്റെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? പുരോപ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്, അല്ലെ? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇവിടെ സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. സിയുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുറകിലേക്കുള്ള, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? നടക്കുക. അപ്പൊ ഓപ്ഷൻ 1 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. താപനില വർദ്ധിപ്പിക്കുന്നു. താപനില വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും? അതും നടക്കില്ല. ഓപ്ഷൻ 3 മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് ഗ്യാസ് ആണ്. ഗ്യാസുകൾ, അതായത് ഇവിടെ എത്ര ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്? ഇവിടെ 4 ഗ്യാസ് ഉണ്ട്. ഇവിടെ 2 ആറ്റംസ് ആണ് ഗ്യാസ് മോളിക്യൂൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എവിടെയാണോ മർദ്ദം, നമ്മൾ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? റിയാക്ഷൻ നടക്കും. അടുത്തത്, എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. എയുടെ ബിയുടെ ഏതിന്റെങ്കിലും ഒന്നിന്റെ ഗാഢത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കും. ഓപ്ഷൻ 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. 3ഉം 4ഉം ഓപ്ഷൻ എ. അതെ, എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം? ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വ്യത്യാസം, അതായത് നമുക്ക് ആറ്റത്തിന്റെ എണ്ണങ്ങൾ സെയിം ആയിരിക്കും, പക്ഷെ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. 1ഉം 2ഉം നോക്കുകയാണെങ്കിൽ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ വ്യത്യാസം ഇല്ല. അപ്പൊ നമുക്കത് എടുക്കാൻ പറ്റില്ല. അടുത്തത്, മൂന്നാമത്തേത് ഒരു കീറ്റോൺ ഗ്രൂപ്പ് ആണ് ഉള്ളത്. കീറ്റോൺ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2 H ഉണ്ട്, 2 C ഉണ്ട്, ഒരു OH ഗ്രൂപ്പും ഒരു കീറ്റോൺ ഗ്രൂപ്പും. നമുക്ക് ഓപ്ഷൻ 1ഉം 3ഉം ഡി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അതുപോലെ OHന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് പറയാവുന്ന ഐസോമർ ആണ് പൊസിഷൻ ഐസോമർ കേട്ടോ. 2ഉം 4ഉം വരികയാണെങ്കിൽ അത് എന്താണ്? പൊസിഷൻ ഐസോമർ ആണ്. 2ഉം 4ഉം വരികയാണെങ്കിൽ പൊസിഷൻ ഐസോമർ ആണ്. 1ഉം 3ഉം വരികയാണെങ്കിൽ അത് എന്താണ്? 1ഉം 3ഉം വരികയാണെങ്കിൽ അത് നമ്മുടെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതെല്ലാമാണ്? കാർബണിന്റെ രൂപാന്തരങ്ങൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.
ഫുളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ. ഈ മൂന്നുമാണ് എന്ത് കാർബണിന്റെ അല്ലോട്രോപ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ സി ആണ് 37/2019. 2019 പീരിയോഡിക് ടേബിൾ രൂപീകരിച്ച് 150 വർഷങ്ങളാകുന്നത്. 150 വർഷങ്ങളാകും, 150 കേട്ടോ, 150 വർഷങ്ങളാകുന്നത്. അതുകൊണ്ട് 2019 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ തിയോഡർ ഷ്വാൻ. കോശത്തിന്റെ ശരിയായ ജോഡിയാണ് കേട്ടോ, ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. തിയോഡർ ഷ്വാൻ കോശത്തിന്റെ ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടുപിടിച്ചു. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് ആര്? തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നത്. ആ ഉത്തരം തെറ്റാണ്. റുഡോൾഫ് വൃഷോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. റോബർട്ട് ബ്രൗൺ, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുള്ളൂ. തെറ്റാണ്. അതുപോലെ MJ സ്ലീവൻ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. തിയോഡർ ഷ്വാൻ പറഞ്ഞത് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് തിയോഡർ ഷ്വാൻ പറഞ്ഞത്. അതുപോലെ റോബർട്ട് ബ്രൗൺ പറഞ്ഞത് കോശകേന്ദ്രം കണ്ടെത്തിയത്, അതിന്റെ ന്യൂക്ലിയസ് എന്നെ വിളിച്ചതും ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കേട്ടോ. കോശത്തിന്റെ ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അതുപോലെ റുഡോൾഫ് വൃഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് ആരാണ്? റുഡോൾഫ് വൃഷോ ആണ്. റുഡോൾഫ് വൃഷോ ആണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ തിയോഡർ ഷ്വാൻ ആണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് പറഞ്ഞത്. റോബർട്ട് ബ്രൗൺ കോശത്തിന്റെ ന്യൂക്ലിയസ് ആണ് കേന്ദ്രം എന്ന് കണ്ടെത്തി. റുഡോൾഫ് വൃഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത് MJ സ്വീഡൻ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പോഷണ പ്രക്രിയയിലെ ശരിയായ ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഇവിടെ നമുക്ക് ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആഹാര സ്വീകരണമാണ് എന്ത് ആദ്യത്തേതെന്ന് പറയുന്നത്. ആഹാര സ്വീകരണം, പിന്നീട് ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ദഹനം കഴിഞ്ഞിട്ട് സ്വാംശീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയണത് കേട്ടോ. ക്ലിയർ ആണോ? ആഗിരണം എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ആണ്. നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ടാവും. ഇതില് നമുക്ക് ഓപ്ഷൻ എയും ബിയും മാത്രമേ ആദ്യം ഡൗട്ട് ഉണ്ടാവുള്ളൂ. കാരണം ബാക്കി രണ്ടും ആഹാര സ്വീകരണം ഇടയിലാണ് കൊടുത്തിരിക്കണം. അപ്പൊ അത് വരില്ലല്ലോ. അപ്പൊ ആഹാര സ്വീകരണം, ഫുഡ് എടുക്കുന്നു, ദഹനം ഡയജഷൻ, ആഗിരണം അബ്സോർപ്ഷൻ ആണ്, സ്വാംശീകരണം അസിമിലേഷൻ, 3 വിസർജനം എക്സ്ക്രീഷൻ. അടുത്തത്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം ഏതാണെന്ന് കണ്ടെത്തുക. ഇതില് ഓപ്ഷൻ സി ആണ്. ആ 40 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വൈറ്റമിൻ A, D, E, K ഇവയെല്ലാം എന്താണ്? കൊഴുപ്പിൽ അലിയുന്നതാണ്. ബിയും സിയും എന്താണ്? വാട്ടർ സൊല്യൂബിൾ ആണ് കേട്ടോ. വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിനുകളാണ് എന്ത്? ബിയും സിയും. അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മൾ പഠിക്കണം. അതായത് ജീവകം എ. ഓപ്ഷൻ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് എന്ത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് വരിക, നിശ അന്ധത. ഓക്കെ, ഓപ്ഷൻ
ബി ആണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ബെറി ആണ് നമുക്ക് വരിക. സിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് സ്കർവി ആണ് ഉണ്ടാവുക. ഓപ്ഷൻ ഡി ആണെങ്കിൽ അത് റിക്കറ്റ്സ്, സോറി ഓപ്ഷൻ ഡി അല്ല, വൈറ്റമിൻ ഡി ആണെങ്കിൽ അതിന്റെ എന്താ പറയാ, ഓപ്ഷൻ ഡി പിന്നെ ഓപ്ഷൻ ഡി, സോറി, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ റിക്കറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് ഒരിക്കലും ഭക്ഷണത്തിലൂടെ കിട്ടില്ല. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വിറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഡി ആണ് കേട്ടോ. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത്. ഒന്ന്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന കേന്ദ്രം. ശരിയാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. തെറ്റാണ്. അത് സെറിബെല്ലത്തിന്റെ ധർമ്മമാണ് കേട്ടോ. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നു. ശരിയാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. സെറിബ്രത്തിന്റെ ധർമ്മമല്ല. അടുത്ത്, തന്നിരിക്കുന്ന വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണ്? നമുക്ക് സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. സിക്കിൾ സെൽ അനീമിയ നമുക്ക് എന്ത് പറ്റില്ല, വാക്സിനേഷനിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. അതൊരു പാരമ്പര്യ രോഗമാണ്. സിക്കിൾ സെൽ അനീമിയെ നമ്മള് എന്താ പറയാ, പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫീലിയ, രാജകീയ രോഗം എന്നൊക്കെ നമ്മള് വിളിക്കുന്ന ഒരു രോഗമാണ് എന്ത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അതൊരു പാരമ്പര്യ രോഗമാണ്. അതുപോലെ ക്ഷയം, വില്ലം, ചുമ, ഡിഫ്തീരിയ ഇതെല്ലാം എന്താണ്, ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. ഇതെല്ലാം ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് BCG വാക്സിനിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന അസുഖം ക്ഷയമാണ് കേട്ടോ. ക്ഷയം. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിന്റെ വിഘടനത്തിൽ നിന്നാണ് കേട്ടോ. ജലത്തിന്റെ വിഘടനത്തിൽ നിന്നാണ് ഫോട്ടോസിന്തസിസ് സമയത്ത് എന്തുണ്ടാവുന്നത്, ഓക്സിജൻ ഉണ്ടാവുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ജലത്തിന്റെ വിഘടനം. അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന് പ്രവർത്തന തോത് കൂടിയ പ്രകാശമാണ് ചുവപ്പ്, കുറഞ്ഞ പ്രകാശം മഞ്ഞ പ്രകാശമാണ് കേട്ടോ. മഞ്ഞ പ്രകാശമാണ് കുറഞ്ഞ പ്രകാശം. അതുപോലെ പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്നജം. അന്നജമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ലഭിക്കുന്നത്. അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് സമയത്ത് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കും, ഓക്സിജൻ പുറത്തേക്ക് കൊടുക്കും. അതുപോലെ 2 ഘട്ടങ്ങളുണ്ട്, പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. അടുത്ത ചോദ്യം, ചൂടും സ്പർശവും അറിയുന്നത് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണങ്ങളെ കണ്ടെത്തിയത് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഡേവിഡ് ജൂലിയസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഡേവിഡ് ജൂലിയസ് ആണ് ചൂടും സ്പർശവും അറിയുന്നത് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണങ്ങളായ കണ്ടെത്തൽ റിസപ്റ്റേഴ്സ് ആയിട്ട് 2021 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്തത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി. പൊതുവിദ്യാഭ്യാസം നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ജൈവ വൈവിധ്യ ഉദ്യാനം. കുറച്ച് പ്രോഗ്രാംസ് പറയാം. രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയാണ്
വീട് ഒരു വിദ്യാലയം. രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി കുട്ടികൾക്ക് പഠന നേട്ടം ഉണ്ടാക്കാം. അതാണ് വീട് ഒരു വിദ്യാലയം എന്നുള്ള പദ്ധതിയാണ്. അതുപോലെ കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി 2022 ജാനുവരിയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് ഞാനും കൃഷിയിലേക്ക്. ഞാനും കൃഷിയിലേക്ക് എന്ന പദ്ധതിയാണ് 2022 ജാനുവരിയിൽ കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പ് നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ. അതുപോലെ 2019 പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഫസ്റ്റ് ബെൽ. ഫസ്റ്റ് ബെല്ല് വിക്ടേഴ്സ് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ബെല്ല് ഏതാണ്? കോവിഡ് സമയത്ത് വ്യാപകമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ടിവിയിലൂടെ ഒക്കെ കൊണ്ടുവന്ന ഫസ്റ്റ് ബെൽ എന്നുള്ള പദ്ധതിയിലൂടെയാണ്. അടുത്തത് പ്രകൃതിയെ അറിയുന്നതും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഏത്? എന്റെ മരം പദ്ധതി. നമ്മൾ ജൂൺ 5-ന് ചെടിയൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് നമ്മൾ വെക്കാനൊക്കെ പറയില്ലേ, അതിന് വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ത്? എന്റെ മരം പദ്ധതി. ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ഹരിത കേരളം പദ്ധതി. നമ്മള് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ജലം, പരിസ്ഥിതി, മാലിന്യ നിർമ്മാർജ്ജനം ഇതെല്ലാം എന്താണ്? ഹരിത കേരളം പദ്ധതി. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നുള്ളതാണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് മാത്സിലേക്ക് പോവാം. ഇവിടെ ഒരു സംഖ്യാശ്രേണി കൊടുത്തിട്ടുണ്ട്. അടുത്ത പദം എന്താണെന്നാണ് ചോദ്യം. ഇവിടെ 500 1000 അടുത്തത് 100 200 20 അപ്പൊ എത്രയാവും? 40 ആവും കേട്ടോ. ഡബിൾ ആണ് ആവുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 256 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര? അതായത് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സമചതുരം. അതിന്റെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് 256. ഇതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന സ്ക്വയറിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അത് 256ന്റെ പകുതി ആയിരിക്കും കേട്ടോ. 256ന്റെ പകുതി ആയിരിക്കും 128 ആയിരിക്കും. 128 ശരിയായ ഉത്തരം. അടുത്തത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ എത്ര? ഇവിടെ 2 സംഖ്യ കൊടുത്തിട്ടുണ്ട്. ചെറിയ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. വലിയ സംഖ്യ എന്താണ്? എക്സ് ആണ്. വലിയ സംഖ്യ 4x ആണ്. ഓക്കെ, ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സും 4x. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോ 4x വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x. അതിനേക്കാളും എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഈ 3x-നെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക. 4x - 3x വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും, which is equal to 2. ഉത്തരം x = ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 3³ എത്ര മടങ്ങാണ്? 3⁵5 എന്നാണ് ചോദ്യം. 3³ അതിന്റെ കൂടെ എന്ത് ചെയ്യാം? 3² മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 3⁵5 എന്ന് കിട്ടാം. നമുക്കറിയാം 3³ × 3² എന്ന് പറയുന്നത് 3⁵3 + 2 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 9 ആണ് കേട്ടോ. 3² 9. അടുത്ത ചോദ്യം
ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ് ടാങ്ക് നിറയുക? നമുക്ക് മനസ്സിലായി 3/5 ഭാഗം നിറച്ചപ്പോ എത്ര ലിറ്റർ ആയി? 750 ലിറ്റർ ആയി. അപ്പൊ ഇനി എത്ര നിറയ്ക്കണം? 2/5 നിറയ്ക്കാൻ എത്ര ലിറ്റർ വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 750 ഇൻറ്റു 5/3 ഇൻറ്റു 2/5. 5ഉം 5ഉം വെട്ടിപ്പോയി. 3 250 250 ഇൻറ്റു 2 500 ലിറ്റർ. ഇവിടെ നോക്കുക, 3/5 നിറയ്ക്കാൻ 750. അപ്പോ ഒരു ഭാഗം നിറയ്ക്കാൻ 750 ഇൻറ്റു 5/3 കണക്കാക്കുക. അതിൽ 2/5 നിറയ്ക്കണമെങ്കിൽ വീണ്ടും 2/5 കൊണ്ട് ഗുണിക്കുക. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 500. ഒരു സമാന്തര ശ്രേണിയിലെ 5ാമത്തെ പദം 19, 10ാമത്തെ പദം 39 ആയാൽ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏത്? നമുക്ക് സംഖ്യാശ്രേണിയിലെ n പദത്തിന്റെ ഇക്വേഷൻ അറിയാം. n പദത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a plus n minus 1 into d ആണ്. a plus n minus 1 into d. ഇവിടെ നമുക്ക് 5ാമത്തെ പദം 19 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5ാമത്തെ പദത്തിന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ടേം അറിയില്ല. ആദ്യത്തെ ടേം ആണ് എന്ത്? a എന്ന് പറയണത്. n minus 1 into d. n എന്ന് പറയണത് 5 ആണ്. അപ്പൊ a plus 4d ആണ് എന്തെന്ന് പറയണത്? 19. ഇനി 10ാമത്തെ പദം എന്ന് പറയുമ്പോൾ a plus 9d ആണ് നമുക്ക് എന്ത് വരിക? 39 വരിക. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത n minus 1, 10 minus 1 9d. ഇവിടെ 10ാമത്തെ പദത്തിന്റെ ഇക്വേഷൻ. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 39 മൈനസ് 19 എന്ന് പറയുന്നത് 20 ആണ്. 9 മൈനസ് 4 5d. d എന്ന് പറയുന്നത് സോ d is equal to 4. ഓക്കെ, ഈ 4 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എയുടെ ഉത്തരം കിട്ടും. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a plus 4 into 4 equal to 19. സോ a എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയി? 19 മൈനസ് 16 3. a is equal to 3 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. 51 a. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത് എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിർബന്ധമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലോക്കിന്റെ ചോദ്യം. ക്ലോക്കിന്റെ നേരിൽ വരാം, അല്ലെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം വരാം. ഒരു ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. 30 into h minus 11/2 into minutes. ഇതാണ് നമ്മളുടെ കോണളവ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 into 11 മൈനസ് 11/2 into 10. ഇവിടെ 110 330 മൈനസ് 330 മൈനസ് 110/2. 110/2 എന്ന് പറയുമ്പോൾ 55 ആണ്. 110/2 55. നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 275 ആണ് കേട്ടോ. 275. നമുക്ക് കിട്ടുന്ന കോണളവ്
180നേക്കാൾ കൂടുതലായാൽ നമ്മൾ എന്ത് ചെയ്യണം? 360 വെച്ച് ഇതിനെ മൈനസ് ചെയ്യണം. അപ്പൊ 275നെ എന്ത് ചെയ്യുക? 360 നിന്ന് മൈനസ് ചെയ്യുക. നമുക്ക് കിട്ടും 85 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ 85. ഓക്കെ. അപ്പൊ 180നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റുമായ കോണളവ് കിട്ടും. 66.2/3% എന്നത് തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? 66.2/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതായത് ഇവിടെ തന്നിട്ടുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ 66 × 3 + 2 എത്ര വരും? 200/3 വരും. 66 × 3 + 2 198 ഡിവൈഡഡ് +2/3 വരുമ്പോൾ 200/3. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ശതമാനമാണ്. അപ്പൊ ഇവിടെ 100 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ 2/3 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. അടുത്ത ചോദ്യം, എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കും? എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ബി ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇവർ രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി ഇത്ര, ഒരു ദിവസം കൊണ്ട് ബി ചെയ്തു തീർക്കുന്ന ജോലി ഇത്ര, മൊത്തം ചെയ്തു തീർക്കുന്നത് ഇത്രയായിരിക്കും. അപ്പൊ നമുക്ക് 20 × 3 30 ഡിവൈഡഡ് ബൈ 20 + 30 ഡയറക്റ്റ് ആയിട്ട് ഇത് നമുക്ക് കിട്ടുക ടോട്ടൽ അവര് ചെയ്തു തീർക്കുന്ന ജോലിയുടെ 1/1 ടോട്ടലാണ് നമുക്ക് കിട്ടുക. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന് റെസിപ്രോക്കൽ എടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ 600 ഡിവൈഡഡ് ബൈ 50 ആണ് കിട്ടുക. എത്ര കിട്ടും? 12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം, 20 സംഖ്യയുടെ ശരാശരി 25 ആണ്. 22, 28 എന്ന സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യയുടെ ശരാശരി എത്രയാണ്? ശരാശരി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? എത്ര എണ്ണം ഇൻറ്റു ആ ശരാശരി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 20 സംഖ്യയുടെ ടോട്ടൽ കിട്ടും. 20 സംഖ്യയുടെ ടോട്ടൽ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് 20 സംഖ്യയുടെ ടോട്ടൽ കിട്ടി, 500 കിട്ടി. ഇനി ഈ 500ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 22ഉം 28നെയും മൈനസ് ചെയ്യാം. 28ഉം 22ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. അപ്പോ 500ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാ? 50നെ മൈനസ് ചെയ്യാ. നമുക്ക് കിട്ടുന്നതാണ് 450. 450നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 20ൽ നിന്ന് 2 ആളെ നമ്മൾ കുറച്ചു. അപ്പൊ നമുക്ക് 18 വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 25 ആണ് നമുക്ക് കിട്ടുക. 450 ഡിവൈഡഡ് ബൈ 18 നമുക്ക് എന്ത് കിട്ടും? 25. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു ബാഗിന്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ഈ ബാഗിന്റെ ആദ്യം ഉണ്ടായിരുന്ന വില എത്ര രൂപയായിരിക്കും? ഇവിടെ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതായത് ഒരു സാധനത്തിന്റെ വില 1% കൂട്ടി അതേ ശതമാനം തന്നെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? അപ്പൊ x% കൂട്ടി x% തന്നെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? x²/100 ആ സാധനത്തിന് നഷ്ടം ഉണ്ടാവും. ഓക്കെ, നഷ്ടം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 10% ആണ്. അപ്പൊ 10² ഡിവൈഡഡ് ബൈ 100, അതായത് നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് 1%ആണ്. അപ്പൊ നമുക്ക് വിറ്റ വില എന്ന് പറയുന്നത് 99%-ത്തിനാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ 99%-ത്തിന് വിറ്റപ്പോ ഉള്ള വിലയാണ് എന്ത്? 693 എന്ന് പറയുന്നത്. 693 എന്ന് പറയുന്നത് എന്താണ്? 99%-ത്തിന്റെ വിലയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? യഥാർത്ഥ വില കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ?
693 ഡിവൈഡഡ് ബൈ 99 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1% റേറ്റ് കിട്ടും. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വാല്യൂ കിട്ടും. 693 ബൈ 99 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. 7 into 100 700. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഒരു കാര്യം ആലോചിച്ചാൽ മതി, 1% കൂട്ടി അതേ ശതമാനം തന്നെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തിന് കിട്ടുന്ന നഷ്ടം, ആ സാധനം നമുക്ക് x²/100ന്റെ നഷ്ടത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ആ x²/100 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ 693 എന്ന് പറയുന്നത്. നഷ്ടമായിരിക്കും, ഇത്ര പെർസെന്റേജ് നഷ്ടമായിരിക്കും. ആ നഷ്ടം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ 693ന്റെ വില. അടുത്ത ചോദ്യം ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഹലോ, ക്ലിയർ അല്ലെങ്കിൽ പറയാ കേട്ടോ. അടുത്തത് ഓക്കെ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറുത് ഏത്? ഇത് ഡെസിമലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരേ സംഖ്യ, ഏകദേശം ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുക എല്ലാറ്റിലും. അതിൽ ഡെസിമൽ പോയിന്റുകൾ മാത്രം കണക്കാക്കിയാൽ മതി. ഇവിടെ എന്തുണ്ട്? 25 വരും. ഇല്ല, തെറ്റിപ്പോ. ശരി, ഇവിടെ നമുക്ക് 5 × 5 25. 25 നമുക്ക് എന്തുണ്ട്? 3 ഡെസിമൽ ഉണ്ട്. അപ്പൊ ഇവിടത്തെ ഉത്തരം 0.00. ഇവിടെ ഉത്തരം 25-ന് 0.025 ആണ് കേട്ടോ. 0.025 ആ വരാം. അടുത്തത് 5/100 ഡിവൈഡഡ് ബൈ 10/5 എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 1000 ആണ് വരിക. വീണ്ടും 0.025 ആണ് വരിക. 0.025. ഇവിടെ 0.25. ഇവിടെ 5 ആവുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ഈ ഉത്തരമാണ് ഏറ്റവും ചെറുത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? ഇവിടെ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു, 225 മീറ്റർ വേഗതയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണം. 90 × 5/5/18. 5/18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5×5 25. 25 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ആര് പോകുന്നത്? നമ്മളുടെ ട്രെയിന് പോകുന്നത്. 225 മീറ്റർ നീളമുണ്ട്. അപ്പൊ 225 ഡിവൈഡഡ് ബൈ 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര സമയം വേണ്ടി വരും എന്ന് കിട്ടും. ഓക്കെ, 58-ല് ഓപ്ഷൻ ബി, സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി 9 നമുക്ക് കിട്ടുക. 225 ഡിവൈഡ് ബൈ 25 9 സെക്കൻഡ് ആണ് ശരിയായ ഉത്തരം. അടുത്തത്, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 സംഖ്യയുടെ ഉസാഗ 7 ആയാൽ അവയിലെ ചെറിയ സംഖ്യ ഏത്? അവയിലെ ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9 × 7 കാണാം, 11 × 7 കാണാം. ഇവിടെ 9 × 7 കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? 69 ചെറിയ സംഖ്യ എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? അതായത് സാധാരണ പലിശ നിരക്കിൽ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്.
ഒരു തുക ഇരട്ടിയാവുമ്പോൾ പലിശ നിരക്ക് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സോറി, പലിശ നിരക്ക് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? R is equal to 100/n കണ്ടാൽ മതി. ഇത് ഇരട്ടിയാവുന്ന കേസാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താണ്? കാലാവധിയാണ് കേട്ടോ. n എന്ന് പറയുന്നത് കാലാവധിയാണ്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് R is equal to 100/n ആണ്. 100/8 കണ്ടത് നമുക്ക് എന്ത് കിട്ടും? 12.5% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി ഒരു സാധാരണ പലിശ നിരക്കിൽ ഇതുപോലെ 3 ഇരട്ടിയാണ് ആവുന്നതെന്ന് വിചാരിക്കാം. 3 ഇരട്ടിയാണ് ആവുന്നത്. യെസ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 3 ഇരട്ടി ആവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? R is equal to 200/n വരും. 200/n വരും. ഓക്കെ. ഇനി അടുത്തത് 4 ഇരട്ടി ആവുകയാണെങ്കിൽ R equal to 300/n വരും. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? ചാക്രിക രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈറലിംഗ് ആണ്. ഇവിടെ ആശയ രൂപീകരണത്തിൽ എന്ത് ചെയ്യും? ഒന്ന് ആദ്യം പെരിഫറി പഠിക്കും, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോൾ അതിന് കുറച്ചുകൂടി ഡീപ്പായി പഠിക്കും, അടുത്ത ലെവൽ ആകുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കും. അതായത് ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ടുള്ള ക്രമീകരണമാണ് എന്ത്? ചാക്രിക രീതി എന്ന് പറയുന്നത്. ആശയങ്ങളുടെ കാഠിന്യങ്ങൾ അനുസരിച്ചുള്ള ക്രമീകരണമാണ് ചാക്രിക രീതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സംസ്ഥാപനം എന്നുള്ള ആശയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവ ഘടകങ്ങളാണ്. അടുത്ത്, പുതിയ അറിവുകൾ ഉണ്ടാവുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാവുന്ന നവീകരണമാണ് എന്ത്? സംസ്ഥാപനം. നമുക്ക് ഓപ്ഷൻ ബിയിൽ തന്നെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. അല്ല, പരിസ്ഥിതിയുമായി ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടി ചേർക്കുന്നതാണ്. അതുമല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനത്തിൽ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നു. ഏത് സമയോജന തന്ത്രത്തിന് ഉദാഹരണമാണ് ഇത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് അനുപൂരണം. അതായത് ഒന്നിലുള്ള കുറവ് മറ്റൊന്നുകൊണ്ട് എന്ത് ചെയ്യാണ് കുട്ടി അത് ഒന്നിലുള്ള കുറവ് മറ്റൊന്നുകൊണ്ട് നികത്താൻ ശ്രമിക്കുകയാണ്. അതായത് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, അപ്പോ കായികമായിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്? കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആത്മാഭിമാനം വീണ്ടെടുക്കുകയാണ്. അപ്പൊ അനുപൂരണമാണ് എന്ത്? ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അനുപൂരണത്തിന് എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർണർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ഹവാർഡ് ഗാർണറിന്റെ ശാരീരിക ചലനപരമായ ബുദ്ധി. ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ·65. ശ്രമപരാജയ പഠനം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് നമുക്ക് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഫല നിയമം, ചോദന നിയമം, പ്രതികരണ നിയമം. ചോദന നിയമം ഇതില് ഓപ്ഷൻ സി ആണ് ശരിയായത്. അതായത് സന്നദ്ധത നിയമം, ലോ ഓഫ് ഇഫക്റ്റ്, ഫല നിയമം, അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ്. ഇതെല്ലാമാണ് എന്തെന്ന് പറയണത്? ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ള സന്നദ്ധത നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അതുപോലെ ഇതിന്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിന്റെ
ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ത്രോണ്ടേക്ക് ആണ് കേട്ടോ, ത്രോണ്ടേക്ക്. അടുത്തത്, അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? ഒന്ന്, കണ്ടെത്തൽ പഠനം, സമീപസ്ഥ വികാസ മണ്ഡലം, മനോവ്യാപാര പൂർവ്വഘട്ടം, മാതൃക കാണിക്കൽ. ഇതില് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അതായത് കുറച്ച് ഹിൻസും ടിപ്സ് ഒക്കെ കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ആതിരയ്ക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റി. അപ്പൊ ഓപ്ഷൻ ബി ആണ്, സമീപസ്ഥ വികാസ മണ്ഡലമാണ് അവിടെ പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രൊജക്ടുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? ഇത് കുറച്ചുകൂടെ ഹൈ ലെവൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക്, കുറച്ചുകൂടെ നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്. ഇപ്പൊ പഠന പിന്നോക്കക്കാർക്ക് പറ്റില്ല, പ്രത്യേക പരിഗണന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടവർക്ക് പറ്റില്ല, ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് പറ്റില്ല. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. പ്രതിഭാധാരണ കുട്ടികൾ, നല്ല കാലിബർ ഉള്ള, നല്ല ഐക്യു ഉള്ള കുട്ടികൾക്കാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? നല്ല പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണം അത് കൊടുക്കാൻ പറ്റും. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയുമായി മുന്നോട്ട് വെച്ചതാണ്? ഉത്തരം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ട്ടോ. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം അതുപോലെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓൾ ഈസ് ബെറ്റർ ദാൻ എവരിതിങ്, ഓൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ എവരിതിങ്, ഓൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്സ്. ക്ഷമിക്കണം കേട്ടോ, ഓൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്സ്. ഓൾ എന്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്? പാർട്സിനെക്കാളും, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിനേക്കാളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു കാര്യത്തെ സമഗ്രമായിട്ട് ആ ഒരു കാര്യത്തെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ട്. ഇത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടി, ഒരു ചെറിയൊരു പിക്ചർ കിട്ടി, അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്ലീറ്റ് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരാള് സിനിമ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാറിന്റെ ഫ്രണ്ടിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കാൻ പറ്റും, ഓ ഇന്ന ആള് ബാറിന്റെ ഫ്രണ്ടിൽ കണ്ടു, ഇയാള് നല്ല കള്ളുകൂടിയനാണ്, അതൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് കഥ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് അങ്ങനെ ചോദിക്കാം. അതുപോലെ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഉത്ഭവിച്ചത് ജർമ്മനിയിലാണ്, അത് ഡെവലപ്പ് ചെയ്ത് വന്നത് അമേരിക്കയിലാണ്. കോഹ്ലർ, കോഫ്ക, വെർത്തിമർ, ഈ 3 മനഃശാസ്ത്രജ്ഞരാണ് കൂടുതലായിട്ടും ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തെടുത്തത്. ആരാണ്? കോഹ്ലർ, കോഫ്ക, വെർത്തിമർ. ഇതില് കൂടുതൽ ഗവേഷണം നടത്തിയത് ആരാണ്? വെർത്തിമർ ആണ് കേട്ടോ. അത്രയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം വായിക്കുമ്പോൾ എപ്പോഴും തെറ്റിക്കാതെ വായിക്കണം കേട്ടോ. ചിലപ്പോൾ ഉൾപ്പെട്ടതെന്ന് വായിക്കും, ചിലപ്പോൾ ഉൾപ്പെടാത്തതെന്നായിരിക്കും. ശരി തെറ്റ് അതൊക്കെ കൃത്യമായിട്ട് വായിക്കണം. അപ്പൊ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. താല്പര്യങ്ങളുടെയും അഭിരുചികളുടെയും വ്യത്യാസം അത് ഉൾപ്പെടുന്നതാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വ്യത്യാസം അത് ഉൾപ്പെടാത്തതാണ്. ഒരു വ്യക്തി വ്യത്യാസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വെച്ച് പറയാൻ പറ്റില്ല. പഠനശൈലിയിൽ വ്യക്തി വ്യത്യാസമാണ്. വൈകാരികമായ വ്യത്യാസം അതും വ്യക്തി വ്യത്യാസമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പറയുന്നത് ക്ലിയർ ആവണില്ലെങ്കിൽ ഉടനെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ.